നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്താത്തത്? നമ്മൾ കഴിവില്ലാത്തത് കൊണ്ടാണോ? അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണോ? മറ്റുള്ളവർ നമ്മളെ പിന്തുണയ്ക്കാത്തത് കൊണ്ടാണോ? എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം പുറത്തുള്ള ലോകമല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ വളർത്തിയെടുത്ത ചില ശീലങ്ങളാണ്. ഒരു മനുഷ്യൻ വലിയ കല്ല് ചുമന്നുകൊണ്ട് മല കയറുകയാണ് എന്ന് ചിന്തിക്കുക. മല കയറാൻ അവന് ശക്തിയുണ്ട്, വഴിയും അറിയാം, ലക്ഷ്യവും വ്യക്തമാണ്. പക്ഷേ അവൻ്റെ ചുമലിലെ കല്ല് ഓരോ ചുവടും അവനെ തളർത്തുന്നു. അവന് മല കയറാൻ കഴിയാത്തതല്ല പ്രശ്നം, അവൻ അനാവശ്യമായ ഭാരം ചുമന്നുകൊണ്ട് മല കയറുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില ഭാരങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ദാനിയേലിൻ്റെ കഥയിലൂടെ അത്തരത്തിലുള്ള 5 ശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ദാനിയേലിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. അവൻ ഇംഗ്ലണ്ടിലെ ഒരു ഫർണിച്ചർ റിപ്പയർ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ അവൻ്റെ മനസ്സിൽ മറ്റൊരു ജീവിതമായിരുന്നു. സ്വന്തമായി ഡിസൈനുകൾ ഉണ്ടാക്കുന്ന ലണ്ടനിലെ ഒരു സ്റ്റുഡിയോ തുടങ്ങണം. സ്വന്തം കഴിവുകൊണ്ട് ഒരു പേരുണ്ടാക്കണം. അവൻ ഡിസൈനുകളുടെ സ്കെച്ചുകൾ തയ്യാറാക്കി. അവന് കഴിവുണ്ടായിരുന്നു, സ്വപ്നമുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം, അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടി തയ്യാറായിട്ട് ശേഷം ചെയ്യാം. ഇനി കുറച്ചുകൂടി പഠിക്കട്ടെ, ഇനി കുറച്ചുകൂടി നല്ല ഡിസൈൻ ഉണ്ടാക്കട്ടെ, ശരിയായ സമയം വരട്ടെ. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ പിന്നെ വർഷങ്ങൾ. ഇതാണ് പ്രോക്രാസ്റ്റിനേഷൻ, കാര്യങ്ങൾ നീട്ടിവെക്കൽ. നമ്മൾ പലപ്പോഴും ഇതുപോലെയാണ് ചെയ്യുന്നത്. നാളെ തുടങ്ങാം, അടുത്ത മാസം മുതൽ എക്സസൈസ് ചെയ്യാം, അടുത്ത ആഴ്ച മുതൽ പഠിക്കാം, കുറച്ചുകൂടി പണം കിട്ടിയിട്ട് തുടങ്ങാം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, പെർഫെക്റ്റ് ടൈം എന്നത് എപ്പോഴും വരില്ല. തുടങ്ങുന്നവരാണ് മുന്നോട്ട് പോകുന്നത്. ദാനിയേൽ ഒടുവിൽ മനസ്സിലാക്കി, ഞാൻ തയ്യാറാകുന്നത് വരെ കാത്തിരുന്നാൽ ഒരിക്കലും തുടങ്ങാൻ കഴിയില്ല. അവൻ അപേക്ഷ അയച്ചു. അത് അവൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ തീരുമാനമായിരുന്നു. പക്ഷേ ആ ചെറിയ തീരുമാനമാണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായത്. അപ്പോൾ ആദ്യത്തേത് പ്രോക്രാസ്റ്റിനേഷൻ ആയിരുന്നു. രണ്ടാമത്തേത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ. നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന മറ്റൊരു ശീലം താരതമ്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുന്നു, മറ്റൊരാൾ വിദേശത്ത് പോകുന്നു, ഒരാൾ പുതിയ വീട് വയ്ക്കുന്നു, മറ്റൊരാൾ ബിസിനസ് തുടങ്ങി, മറ്റൊരാൾ നല്ല ജോലി കിട്ടി, മറ്റൊരാൾക്ക് ആയിരക്കണക്കിന് ഫോളോവേഴ്സായി. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കും, ഞാൻ എന്താണ് നേടിയത്? അവിടെയാണ് പ്രശ്നം. മറ്റൊരാളുടെ ജീവിതം എടുത്തിട്ട് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുകയാണ്. ഓർക്കുക, അവരുടെ വഴി നമ്മുടെ വഴിയല്ല. ഒരാൾ വേഗത്തിൽ എത്തുന്നു എന്നതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടുന്നു എന്നർത്ഥമില്ല. ഒരു വിത്ത് ഇന്ന് നട്ടിട്ട് നാളെ വൃക്ഷമാകില്ല. ഓരോരുത്തർക്കും വളരാനുള്ള സമയം വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിജയത്തെ നോക്കി തളരരുത്. പകരം ചോദിക്കുക, അവരിൽ നിന്ന് എനിക്കെന്താണ് പഠിക്കാനുള്ളത്? താരതമ്യം നമ്മളെ തകർക്കും, പഠിക്കാനുള്ള മനോഭാവം നമ്മളെ വളർത്തും. മൂന്നാമതായി, മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും സ്വന്തമായി വിശ്വസിക്കൽ. നമ്മുടെ മനസ്സ് ചിലപ്പോൾ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിനക്ക് കഴിയില്ല, നീ പരാജയപ്പെടും, നിന്നേക്കാൾ കഴിവുള്ളവർ ഒരുപാട് പേരുണ്ട്, നിന്നെ ആരും അംഗീകരിക്കില്ല, നീ ഇത് ചെയ്തിട്ട് എന്ത് പ്രയോജനം? പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഒരു ചിന്ത മനസ്സിൽ വന്നതുകൊണ്ട് അത് സത്യമാകണമെന്നില്ല. നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും ഫാക്റ്റല്ല. ഭയത്തിൽ നിന്ന് ചിന്തകളുണ്ട്, മുൻകാല പരാജയങ്ങളിൽ നിന്ന് ചിന്തകളുണ്ടാകാം, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ചിന്തകളുണ്ടാകാം. അതുകൊണ്ട് മനസ്സ് പറയുന്നതെല്ലാം അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ മനസ്സ് നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക, അതിന് തെളിവെന്താണ്? ഞാൻ മുമ്പ് പരാജയപ്പെട്ടു എന്നത് ഞാൻ ഇനി ഒരിക്കലും വിജയിക്കില്ല എന്നതിൻ്റെ തെളിവല്ലല്ലോ. ഒരു പരാജയം നിങ്ങളുടെ വ്യക്തിത്വമല്ല, ഒരു തെറ്റ് നിങ്ങളുടെ ഭാവിയുമല്ല, ഒരു മോശം ദിവസം നിങ്ങളുടെ മുഴുവൻ ജീവിതവുമല്ല. നാലാമതായി, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കൽ. ദാനിയേലിൻ്റെ മറ്റൊരു പ്രശ്നം ഇതായിരുന്നു. ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി അവൻ തൻ്റെ ഡിസൈനുകൾ മാറ്റം വരുത്തുവാൻ തുടങ്ങി. ഇവിടെ ശമൂവേൽ അവനോട് ഒരു ലളിതമായ ചോദ്യം ചോദിച്ചു, നിനക്കിത് ഇഷ്ടപ്പെട്ടോ? എത്ര ശക്തമായ ചോദ്യം!
നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതാണ്, ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ? അവർ എന്തു പറയും? അവൻ എന്നെ അംഗീകരിക്കുമോ? എന്നെ വിമർശിക്കുമോ? പക്ഷേ നമ്മൾ മറക്കുന്ന ചോദ്യം, ഇത് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന കാര്യമാണോ? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒടുവിൽ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തും. അഭിപ്രായങ്ങൾ കേൾക്കുക, നല്ല ഉപദേശം സ്വീകരിക്കുക, അനുഭവമുള്ളവരിൽ നിന്ന് പഠിക്കുക. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അഞ്ചാമതായി, കംഫർട്ട് സോൺ. സൗകര്യത്തിൽ മാത്രം ഒതുങ്ങുക. ദാനിയേലിന് ഈസ്റ്റ് ലണ്ടനിലെ ഒരു വർക്ക്ഷോപ്പിൽ അവസരം ലഭിച്ചു. ജോലി കഠിനമായിരുന്നു. അവൻ ക്ഷീണിച്ചു. അവന് പഴയ ജീവിതത്തിൽ മടങ്ങിപ്പോകണമെന്ന് തോന്നി. അപ്പോഴാണ് ശമൂവേൽ അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. നീ വിശ്രമിക്കുന്നത് വീണ്ടും ശക്തിയോടെ തിരിച്ചു വരാനാണോ അതോ ജോലിയിലേക്ക് തിരികെ പോകാതിരിക്കാൻ വേണ്ടിയാണോ ഒളിച്ചോടുന്നത്? ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. വിശ്രമം ആവശ്യമാണ്, പക്ഷേ ചിലപ്പോൾ നമ്മൾ വിശ്രമം എന്ന പേരിൽ ഒളിച്ചോടുകയാണ്. എനിക്ക് പേടിയാണ്, ഇത് ബുദ്ധിമുട്ടാണ്, എനിക്ക് കഴിയില്ല, ഇപ്പോൾ വേണ്ട. അങ്ങനെ നാം സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ നിൽക്കും. പക്ഷേ വളർച്ച എവിടെയാണ് നടക്കുന്നത്? കംഫർട്ട് സോണിൻ്റെ പുറത്താണ്. നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടുകളെ നേരിടുന്നില്ല എങ്കിൽ നമ്മുടെ കഴിവുകൾ എങ്ങനെ വളരും? ഒരു പേശി ശക്തമാകുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് ലഭിക്കുമ്പോഴാണ്. അതുപോലെ മനുഷ്യനും വെല്ലുവിളികളെ നേരിടുമ്പോഴാണ് ശക്തനാകുന്നത്. ശമൂവേൽ ദാനിയേലിന് നൽകിയ മറ്റൊരു മനോഹരമായ ഉദാഹരണമാണ് കോമ്പസ്. ചുറ്റുമുള്ള ലോകം മാറിയാലും കോമ്പസ് ഒരു ദിശ കാണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പല ശബ്ദങ്ങളുണ്ടാകും. ഒരാൾ പറയുന്നു, ഇത് ചെയ്യരുത്. മറ്റൊരാൾ പറയുന്നു, നിനക്ക് കഴിവില്ല. മറ്റൊരാൾ പറയുന്നു, ഇത് നിന്റെ കഴിവിന് പുറത്താണ്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം, പക്ഷേ ഓരോ അഭിപ്രായവും അനുസരിച്ച് ദിശ മാറ്റിക്കൊണ്ടിരുന്നാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അനുഭവമുള്ളവരിൽ നിന്ന് പഠിക്കുക, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കരുത്. വിശ്രമവും ഒളിച്ചോട്ടവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ വിശ്രമം വേണം. ക്ഷീണിച്ചാൽ നിർത്തണം. ശരീരത്തിനും മനസ്സിനും സമയം നൽകണം. പക്ഷേ സ്വയം ചോദിക്കുക, ഞാൻ വിശ്രമിക്കുകയാണോ അതോ ഞാൻ പേടിക്കുന്ന കാര്യത്തിൽ നിന്ന് ഓടിപ്പോവുകയാണോ? ഈ ഒരു ചോദ്യം തന്നെ നമ്മളെ പലപ്പോഴും സത്യത്തിലേക്ക് കൊണ്ടുവരും. ദാനിയേലിൻ്റെ വിജയം ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. അവൻ ഉടനെ പ്രശസ്തനായില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു മാജിക് മൊമെൻ്റ് ഉണ്ടായില്ല. വർഷങ്ങളോളം അവൻ പഠിച്ചു. അങ്ങനെ 32-ാം വയസ്സിൽ അവന് 4 ജീവനക്കാരുള്ള സ്വന്തമായി ഫർണിച്ചർ സ്റ്റുഡിയോ വിജയകരമായി നടത്താൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥ വിജയം. വേഗത്തിൽ എത്തുന്നതല്ല വിജയം, വഴിയിൽ തളർന്നിട്ട് മുന്നോട്ട് പോകുന്നതാണ് വിജയം. ഒരു ദിവസം 19 വയസ്സ് പ്രായമുള്ള മായ എന്ന പെൺകുട്ടി ദാനിയേലിനോട് ചോദിച്ചു, എനിക്കെങ്ങനെ കഴിവുള്ളവളാകാം? ദാനിയേൽ അവൾക്ക് വലിയൊരു മോട്ടിവേഷൻ സ്പീച്ച് നൽകിയില്ല. അവൻ തൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിച്ച 5 ശീലങ്ങളുടെ ലഗേജ് ടാഗ് അവൾക്ക് കാണിച്ചു. അതായത് കാര്യങ്ങൾ നീട്ടിവെക്കൽ, താരതമ്യം, നെഗറ്റീവ് ചിന്തകളെ സത്യമാണെന്ന് വിശ്വസിക്കൽ, മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ജീവിക്കൽ, സൗകര്യത്തിന് മാത്രം ഒതുങ്ങൽ. ഈ 5 ഭാരങ്ങൾ മാറ്റിയപ്പോഴാണ് ദാനിയേലിൻ്റെ ജീവിതം വിജയമായി മാറിയത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ 5 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഒന്നാമതായി, ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം പിന്നീട് എന്ന് പറഞ്ഞ് എത്ര നാൾ മാറ്റിവെച്ചിരിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ഞാൻ എൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? മൂന്നാമതായി, എൻ്റെ മനസ്സിൽ വരുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഞാൻ സത്യമായി വിശ്വസിക്കുന്നുണ്ടോ? നാലാമത്, മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണമെന്നല്ല ആഗ്രഹം, കാരണം ഞാൻ എൻ്റെ യഥാർത്ഥ സ്വഭാവം മാറ്റുന്നുണ്ടോ? അഞ്ചാമത്, എനിക്ക് ഭയമുള്ളതിനാൽ ഞാൻ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുകയാണോ? ഇവയിൽ ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ സന്തോഷകരമായ വാർത്ത എന്താണ്? ഇത് മാറ്റാൻ കഴിയും. നിങ്ങളുടെ ജീവിതം മാറ്റാൻ എല്ലാം ഒരുമിച്ച് മാറ്റേണ്ടതല്ല. ഇന്ന് ഒരു ശീലം തിരഞ്ഞെടുക്കുക. നാളെ അതിനെതിരായി ഒരു ചെറിയ ചുവട് വയ്ക്കുക. ഒരു ദിവസം ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ തീരുമാനം, ഒരു ചെറിയ ധൈര്യം. അതാണ് പിന്നീട് വലിയ മാറ്റമായി മാറുന്നത്. ഒരിക്കൽ കൂടി ദാനിയേലിൻ്റെ ചുമലിലെ ആ 5
ലഗേജ് ടാഗ് ഓർക്കുക. ദി ലെഗ്, കമ്പാരിസൺ, നെഗറ്റീവ് തോട്ട്സ്, അപ്രൂവൽ ആൻഡ് കംഫർട്ട് സോൺ. നമ്മളിൽ പലരും പുതിയ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പുതിയ ജീവിതം ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് മുമ്പ് പഴയ ഭാരങ്ങൾ താഴെ വെക്കേണ്ടി വരും. നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കരുത്. മറ്റുള്ളവരുടെ വഴിയുമായി നിങ്ങളുടെ വഴി താരതമ്യം ചെയ്യരുത്. മനസ്സിലെ ഓരോ ഭയത്തെയും സത്യമായി വിശ്വസിക്കരുത്. എല്ലാവരുടെയും അംഗീകാരത്തിനായി നിങ്ങളുടെ ജീവിതം ജീവിക്കരുത്. കംഫർട്ട് സോണിലെ നിങ്ങളുടെ സ്ഥിരം വീടാക്കരുത്. നിങ്ങളുടെ മുന്നിലുള്ള വഴി ചെറുതായാലും ഇന്ന് ഒരു ചുവട് വയ്ക്കുക. കാരണം വലിയ വിജയങ്ങൾ പലപ്പോഴും വലിയ തീരുമാനങ്ങളിൽ നിന്നല്ല ആരംഭിക്കുന്നത്. ഇന്ന് ഞാനൊരു ചെറിയ മാറ്റം വരുത്തും എന്ന ഒരു തീരുമാനത്തിൽ നിന്നാണ് അവ ആരംഭിക്കുന്നത്. ഒരുപക്ഷേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ആ ചെറിയ തീരുമാനത്തിൻ്റെ ദിവസമായിരിക്കാം. നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഭാരങ്ങളെ താഴെ വയ്ക്കൂ. നിങ്ങളുടെ ദിശ കണ്ടെത്തൂ. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കൂ. നിങ്ങളുടെ ജീവിതം മാറിത്തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.